എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കണ്ണിലെ ബാഹ്യപാളി. കണ്ണിലെ ബാഹ്യപാളി. ഓപ്ഷൻ സി ദൃഢപടലം. കണ്ണിലെ ബാഹ്യപാളിയാണ് ദൃഢപടലം. ഇന്ത്യയിലാകമാനം പഞ്ചായത്ത് രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലാകമാനം പഞ്ചായത്ത് രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 73. ഭരണഘടനാ ഭേദഗതി 73 ഇന്ത്യയിലാകമാനം പഞ്ചായത്ത് രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. മാലിയബിലിറ്റി നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം. മാലിയബിലിറ്റി നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം. ഓപ്ഷൻ എ സ്വർണം. സ്വർണമാണ് മാലിയബിലിറ്റി നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം. കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ആലപ്പുഴ ജില്ലയിൽ കായംകുളം നാഫ്ത, എറണാകുളം ജില്ലയിൽ ബ്രഹ്മപുരം ഡീസൽ, കോഴിക്കോട് ജില്ലയിൽ നല്ലളം ഡീസൽ. പ്രധാന താപവൈദ്യുത നിലയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. തന്നിരിക്കുന്ന 3 ഓപ്ഷനുകളും തന്നെ ശരിയായവയാണ്. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ്? ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ്? ഓപ്ഷൻ ബി ചെവി. ചെവിയിലാണ് ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത്. പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈത്തേരി അബ്ബു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ. പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായതാണ്. ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി 24. ലോകത്തെ 24 സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി മാഹി. മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ആണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, അസമിൻ്റെ ദുഃഖം, ദാമോദർ, കോസി, മഹാനദി, ബ്രഹ്മപുത്ര. നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, ബീഹാറിൻ്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം മഹാനദി, അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പൊതുഭരണം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് പൊതുഭരണം എന്നാണ്. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും. ഓപ്ഷൻ എ 1911 ഡിസംബർ 27 കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ച സ്ഥലം കൊൽക്കത്തയാണ്. ദിവസം 1911 ഡിസംബർ 27. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തെയ്യങ്ങളുടെ നാട്, കിഴക്കിൻ്റെ വെനീസ്, അക്ഷരനഗരം, സാംസ്കാരിക തലസ്ഥാനം. കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ശരിയായത്. 1, 2, 3. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം. ഓപ്ഷൻ ഡി വെക്സിലോളജി. വെക്സിലോളജിയാണ് ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം. കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലമാണ് കിസാൻ ഘട്ട്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? റാബി വിളകൾ വിതയ്ക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് മാസങ്ങളിലാണ്? ഓപ്ഷൻ സി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിളകൾ വിതയ്ക്കുന്നത്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി സെറിബ്രം. സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് അരിപ്പ പക്ഷി സങ്കേതം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ഓപ്ഷൻ ഡി അയഡിൻ. അയഡിനാണ് തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്ത്? ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്നാണ് ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേര്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്.
ഓപ്ഷൻ സി ഗ്രാഫീൻ. ഗ്രാഫീനാണ് സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്? അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്? ഓപ്ഷൻ ബി നിയമനിർമ്മാണ വിഭാഗം. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിലെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ചുമതലയാണ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓപ്ഷൻ ബി ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലന പ്രക്രിയ വഴിയാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം താഴെ പറയുന്നതിൽ ഏതിൽ കൂടിയായിരുന്നു? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം തന്നിരിക്കുന്നവയിൽ ഏതിൽ കൂടിയായിരുന്നു? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം ചമ്പാരൻ സത്യാഗ്രഹത്തിൽ കൂടിയായിരുന്നു. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏത്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ധരാതലീയ ഭൂപടം. ധരാതലീയ ഭൂപടമാണ് തന്നിരിക്കുന്നവയിൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓപ്ഷൻ ബി ഓക്സിജൻ. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഓപ്ഷൻ ഡി വയലറ്റ്. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്നത് വയലറ്റ് നിറമാണ്. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ എ ലിംഫെഡിമ. ലിംഫ് എഡിമയാണ് ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥ. ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്?
ഓപ്ഷൻ ബി ജസ്റ്റിസ് പാർട്ടി. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ജസ്റ്റിസ് പാർട്ടി എന്ന പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ. ഓപ്ഷൻ എ ജിയോമോർഫോളജി. ജിയോമോർഫോളജിയാണ് ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ. ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി 213. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 213 ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. ഓപ്ഷൻ ബി ക്ലെമന്റ് പിയാനിയസ്. ക്ലെമന്റ് പിയാനിയസ് ആണ് മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. ഓപ്ഷൻ സി സോഫി തോമസ്. സോഫി തോമസ് ആണ് കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി ബന്ധപ്പെട്ട പത്രം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി ബന്ധപ്പെട്ട പത്രം. ഓപ്ഷൻ ബി കേരളമിത്രം. കേരളമിത്രം എന്ന പത്രമായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി ബന്ധപ്പെട്ട പത്രം. ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാല നാമം ആയിരുന്നു? ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാല നാമം ആയിരുന്നു? ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമമായിരുന്നു ശങ്കരൻ. മുലപ്പാൽ ഉൽപാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ. മുലപ്പാൽ ഉൽപാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ സി പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് മുലപ്പാൽ ഉൽപാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോയിലെ വൃത്തത്തിൻ്റെ നിറം. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോയിലെ വൃത്തത്തിൻ്റെ നിറം. ഓപ്ഷൻ സി നീല. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോയിലെ വൃത്തത്തിന് നീല നിറമാണ്. ഏത് ലോഹമാണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്? ഏത് ലോഹമാണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ ബി അലൂമിനിയം. അലൂമിനിയമാണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ട മിഷണറി സംഘം. ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ട മിഷണറി സംഘം. ഓപ്ഷൻ സി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമായിട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിനുള്ള കാരണം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിനുള്ള കാരണം. ഓപ്ഷൻ എ അപകേന്ദ്രബലം. അപകേന്ദ്രബലം മൂലമാണ് തൈര് കടയുമ്പോൾ
നെയ്യ് ലഭിക്കാൻ കാരണമാവുന്നത്? ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം എഴുതിയത്? ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ. കെ പി കേശവമേനോനാണ് ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം എഴുതിയത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വഴുതക്കാട്. വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം? ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം? ഓപ്ഷൻ എ വധശിക്ഷ. വധശിക്ഷയാണ് ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം. താപനില കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപനം? താപനില കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപനം? ഓപ്ഷൻ ഡി കൂടുന്നു. താപനില കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപനം കൂടുന്നു. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ 52. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഓപ്ഷൻ സി വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.